Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവന്മാരൊക്കെ നേരത്തിന് ശമ്പളം വാങ്ങിട്ടല്ലേ ജോലി ചെയ്യുന്നത്. എന്നാ പിന്നെ അതൊന്ന് വൃത്തിക്ക് ചെയ്തൂടെ, മനുഷ്യന്റെ തല പുകയ്ക്കാനായിട്ട്. എന്തായറാ? പിന്നെ അവിടെ തന്നെ നിന്നാ മതിയോ? അറിയാലോ, എത്ര ദിവസം അവിടെ നിന്നേ. അപ്പൊ അവിടെ തന്നെ നിന്നാ മതിയോ? എന്റെ അച്ഛമ്മയ്ക്കും ഇവിടെ ഉള്ളവർക്കൊന്നും നിന്നെ കാണണ്ടേ? അങ്ങനെങ്കിലും നിന്റെ മാമ കുറച്ച് സങ്കടപ്പെടട്ടെ കേട്ടാ ആയിറ. അല്ലെങ്കിൽ തന്നെ പണിന്റെ ടെൻഷനില് പിടുത്തം വിട്ട് നിക്കുവാ. നീ മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കിയേ. അല്ല, എവിടെ നിന്റെ അമ്മ? ഓ, സഹോദരന്റെ അടുത്ത് പിരിച്ചു കൊണ്ടുവന്നെ ദേഷ്യായിരിക്കും. എത്ര നേരം എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് ഞാനൊന്ന് കാണട്ടെ. സമയം ഒരുപാടായില്ലേ, ചെല്ലേ ബ്രഷ് ചെയ്തിട്ട് വാട്ടോ, നമ്മൾ കിടക്കാവേ. ഹോയ്, അങ്ങനെ പറയാൻ പാടുണ്ടോ? അയറക്കുട്ടി നല്ല കുട്ടിയല്ലേ, ഗുഡ് ഗേൾ അല്ലേ. അപ്പൊ പിന്നെ എല്ലാ ഡേയ്സും ബ്രഷ് ചെയ്യണമെന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് ഫെയറിയെ എല്ലാരും പല്ലും കൊണ്ടുപോകും, അയറക്കുട്ടിനെ മാത്രം കൊണ്ടുപോകത്തില്ല. വേണല്ലേ? അങ്ങനെ കിട്ടണെങ്കിലേ ഡെയിലി അയറക്കുട്ടി ഗുഡ് ഗേൾ ആയിട്ട് ബ്രഷ് ചെയ്യണം. എന്നാ മാത്രമേ അയറിനെ തേടി ടൂത്ത് ഫെയറി വരത്തുള്ളൂ. മനസ്സിലായോ? ഗുഡ് ഗേൾ. ചിന്നു, അയറ പെട്ടെന്ന് വന്നേക്കണേ. ചിന്നു നിക്ക്. എന്താ? എന്തേ അവിടുന്ന് വന്നപ്പോ മുതല് നല്ല അവോയ്ഡിങ് ആണല്ലോ. എന്തേ സഹോദരന്റെ അടുത്തുനിന്ന് പിരിച്ചു കൊണ്ടുവന്നതിന്റെ ദേഷ്യായിരിക്കും അല്ലേ? നോക്ക്, ഇത്ര ദിവസം നീ ആയിരം അവിടെ തന്നെ ആയിരുന്നില്ലേ. ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിർബന്ധിച്ചു കാണുമോ? നിന്നോടാ ചിന്നു ചോദിക്കുന്നേ, പറ. എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല ചിന്നു. സത്യത്തില് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് എന്റെ അനിയനോട് എന്തെത്ര പകാന്ന്. കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, കെട്ടുന്ന മുന്നേ വരെ ഭാര്യന്റെ വീട്ടുകാരെ കാണുമ്പോ എന്താ സ്നേഹം ഒലിപ്പിക്കലൊക്കെ. അതെ, കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ എന്റെ വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് ശത്രുക്കള്. അത് ഏത് വിധത്തിലാ ന്യായം? ചിന്നു, നീ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ. അവിടെ എന്താ ഉണ്ടായെന്നറിയോ? എന്റെ അനിയൻ എന്താ ചെയ്തെന്നറിയോ? അവൻ എന്തെങ്കിലും നിങ്ങളോട് വേണ്ടാത്ത ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, അത് ഉറപ്പാ. അല്ലാതെ അവൻ ആരെ വെക്കിട്ടും കയറാൻ പോലില്ല. ചിന്നു, DSP അരുണിനെ കാണാൻ തുടങ്ങിട്ടെ 5 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ പൊന്നുവനെ, അവനെ ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്നുണ്ട്. അവൻ എങ്ങനെയാന്ന് എനിക്കറിയാം, മനസ്സിലായോ? ചിന്നു, എന്നാലും ചേട്ടനത്ര ചീപ്പായിട്ട് പെരുമാറുന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അമ്മ വീട്ടിലില്ലാത്തത് ഏട്ടന് നന്നായിട്ട് അറിയാം. അവനാണെങ്കിൽ ഹോട്ടലത്തെ ഫുഡും പറ്റത്തില്ല. ഞാനുള്ള ധൈര്യത്തില അമ്മ എന്നെ അവനെ വിട്ടിട്ട് പോയേ. എന്നിട്ട് എന്നെ അവിടുന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ അനിയനിപ്പോ പട്ടിണി കിട്ടപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഓ പിന്നെ അവനെന്താ ഇള്ള കുഞ്ഞോ? അവന് വേണമെങ്കിലേ അവൻ വെച്ചുണ്ടാക്കി കഴിച്ചോളും. പിന്നൊരു കാര്യം, ഇന്ന് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഏട്ടനെ എന്റെ വക ഒരു ഉപദേശം, ഏട്ടനെ എന്ത് പറഞ്ഞാലും അത് അച്ചസില് എന്റെ അനിയൻ കേൾക്കണമെന്ന് വാശി പിടിക്കുന്നില്ലേ, ആ വാശി അത്ര നല്ലേനല്ല. ഏട്ടൻ കെട്ടിയതേ എന്നെയാ, അല്ലാതെ എന്റെ അനിയനല്ല. നിങ്ങൾ പറയണതൊക്കെ കേൾക്കാൻ മനസ്സിലായല്ലോ? ചിന്നു, പോടാ. ഓടാനോ? വന്ന് ഇവക്ക് പോലും എന്നോട് റെസ്പെക്ട് ഇല്ല. വെറുതെ എല്ലാം അവന്. തല നന്നായില്ലല്ലേ, ആര് നന്നാവൂ? എവിടെടേ? ഞാനതേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേയുള്ളൂ ഗൗതം. എന്തേ എത്ര വൈകിയേ? അത് ഇന്ന് ചേച്ചിക്ക് സ്പെഷ്യൽ ക്ലാസ് അല്ലേ, അതാ ചേച്ചിനെ മണിക്കുട്ടൻ ചേട്ടന്റെ കൂടെ പറഞ്ഞേക്കാൻ വേണ്ടി അടവെടുത്ത് മനപ്പൂർവ്വം നേരം വൈകി എണീച്ചതാ. അത് ശരി. അല്ല, നീ എന്ത് ചെയ്യുവാ? ഞാനും ഋഷിയും ദേ ഞങ്ങളെ ബിൽഡിംഗില്ലേ അവിടുത്തെ സ്റ്റെപ്പില് ചുമ്മാ ഇരിക്കുക. അതെന്തിനാ സ്റ്റെപ്പിൽ ഇരിക്കുന്നേ? അകത്ത് പോയിരുന്നോടെ? തുറക്കാത്ത ക്ലാസ്സില്. ചേച്ചിക്ക് സ്പെഷ്യൽ അല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക്? എടി, അവക്ക് IT ക്ലാസ് അല്ലേ. അതെന്താ നീ IT ക്ലാസ്സിൽ കയറില്ലേ? ഉണ്ട്, പക്ഷേ ഇന്ന് അവർക്ക് മാത്രമേ. അതൊന്നും എനിക്കറിയത്തില്ല. നീ അവിടെ ഇരിക്കണ്ട, ചെല്ലേ ഏതെങ്കിലും ക്ലാസ് റൂം തുറന്നിട്ടുണ്ടാവല്ലോ, അവിടെ പോയിരിക്കേ.
അതെങ്ങനെ ഞാൻ പോവാനാ? വേറെ ക്ലാസ്സിലൊക്കെ പോയിരുന്ന മിസ്സൊക്കെ കണ്ടാലേ പ്രശ്നവും. ദേ കുറച്ച് കഴിഞ്ഞാ ഞങ്ങൾ ക്ലാസ് തുറക്കും. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നേ. എന്താരി പ്ലീസ് പറയണമെന്ന് മനസ്സിലാക്ക്. അവിടൊക്കെ പോയിരുന്നാലേ ബോറടിക്കുന്നേ. നീ പെട്ടെന്ന് വരാൻ നോക്ക്. നീ വന്നു കഴിഞ്ഞാ എനിക്കെന്ത് ബോറടി. അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. അയ്യോ അല്ല കാന്താരി, ഞാൻ പറഞ്ഞതേ നീ തെറ്റായിട്ടാ മനസ്സിലാക്കിയേ. ശരിയാക്കി തന്നെ മനസ്സിലാക്കിയേ. ഞാൻ വരട്ടെ, എന്നിട്ടേ ഇതിനുള്ള മറുപടി നേരിട്ട് തരാൻ കേട്ടാ കാന്താരി. ഗോവിന്ദ ഇവളോട് ചോദിക്കണോ? ഇനിയിപ്പോ ചോദിച്ചിട്ട് വേറെന്തെങ്കിലും വിചാരിച്ചാലോ? അല്ലെങ്കിൽ തന്നെ ഇതപ്പുറം വായിക്കുന്നോളാ. ഇനിയിപ്പോ ഇതും കൂടെ ആയ എനിക്ക് ചോദിക്കാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. ഇത് ആ മണിക്കൂട്ടിന്റെ അക്കൗണ്ട് അല്ലേ? അല്ലാതെ അവിടെ വെണ്ടക്ക അക്ഷരത്തില് പേര് എഴുതി കണ്ടില്ലേ? സോങ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന് വിചാരിക്കുന്നു. വിത്ത് ബി മെന്റീഷനോടെ. ഓ മതി മതി, നീ അതൊന്ന് ഒഴിവാക്കിക്കേ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തേലും ചെയ്താ നിനക്ക് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കി കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോവും. എന്താണ് പ്രശ്നം? ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞില്ലേ? പിന്നെന്തോ? അങ്ങനെ ഇട്ടേച്ച് പോവാൻ പറ്റുമോ തക്കുടോ? എന്റെ തക്കുടു ദേഷ്യപ്പെടുമ്പോഴും എന്നാ ക്യൂട്ടാ. ടൈം ആയോണ്ടിരിക്കാ. നിനക്ക് ക്ലാസ് കേറണോ അതോ? എനിക്ക് ക്ലാസ്സിന് ടൈം ആവണമെങ്കിൽ എനിക്ക് പോരാറിയാം. ഇയാള് എന്റെ കാര്യം നോക്കണ്ട കേട്ടാ. ഓ
ഇതന്നെ പറഞ്ഞോണ്ടിരിക്കാതെ വേറെന്തെങ്കിലും മാറ്റി പിടിക്കടി തക്കടോ. സത്യം പറയാലോ, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കി സമയം കളയാനില്ല. നിനക്കെന്നെ അറിയുന്നതാ. ഇന്ന് എന്തേലും നേരത്തെ ക്ലാസ്സിൽ എത്രയെന്ന് മിസ് പറഞ്ഞതാ. നീ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന എനിക്ക് നേരം വൈകും. കൂടെ തന്നെ നിനക്കും. ഓ, എന്റെ കാര്യം ആലോചിച്ച് വേറെ ഇടാവൊന്നും വേണ്ട. ഇവനിത് എങ്ങനെ പറഞ്ഞിട്ട് പോണില്ലല്ലോ. ദേ മാണിക്കുട്ട, നീ ചെല്ലേ. അമ്മ അറിയാതെ പറഞ്ഞതാ നിന്റെ കൂടെ പോയിക്കോളാനി. പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ബസ് ഉണ്ട്, ഞാൻ ബസ്സിൽ വന്നോളാം. നീ ചെല്ലേ. വീണേ നോക്ക്, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ബസ് വരാൻ എന്തായാലും വൈകും. പിന്നെ നിനക്ക് ക്ലാസ് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറയുന്നേ. കച്ചറൊക്കെ പിന്നെ ഉണ്ടാക്കാം. നീ ഇപ്പൊ മര്യാദക്ക് വണ്ടി കയറാൻ നോക്ക്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരത്തില്ല. അത് മാത്രല്ല, ഇതൊക്കെ നിന്റെ പ്ലാൻ ആണ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ വട്ടം നിന്റെ പ്ലാനില് വീഴുന്ന പോലെ ഈ വട്ടം വീഴത്തില്ല. മനസ്സിലായോ? പറയേണ്ടത് പറഞ്ഞ്. ഇനി നിന്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ ഒന്ന് വെറുതെ വിട്ടല്ലോ. താങ്ക് യു സോ മച്ച്. 5 minutes later. മാണിക്കുട്ടാ, ഹായ്. ഹലോ, നീ ഇതുവരെയും പോയില്ലേ? മാണിക്കുട്ടാ, കാണിക്കല്ലേ. നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യം തക്കടോ. ബസ് സ്റ്റോപ്പിലേക്ക് എന്തിനാ വരാ? ചായ കുടിക്കാനാണോ വരുന്നേ? അല്ലല്ലോ, ഞാനും ബസ് കയറാൻ വന്നതാണേ. ബൈക്ക് അത് എപ്പോ വേണമെങ്കിലും പഞ്ചർ ആവാലോ. പിന്നെ സീറ്റ് അത് ആർക്ക് വേണേലും ഇരിക്കാലോ. അതെ അതെ, ഇതന്നെ എനിക്ക് ഓവറാ. വേണമെങ്കിൽ നിനക്ക് സ്ഥലമില്ലെങ്കിൽ അടുത്തേക്ക് ഇരുന്നോ. ഞാൻ പറഞ്ഞത് സീറ്റിന്റെ കാര്യമല്ല, നിന്റെ കാര്യാ. എന്റെയോ? ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എനിക്കറിയോ നീ ബസ് കയറിയിരിക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വെച്ച് എന്റെ വണ്ടിയുടെ ടയർ പഞ്ചർ ആവുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. അല്ല, ഈ പെണ്ണെന്താ കുറെ നേരായിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? ഇവനത് ഫോണിലാണല്ലോ. പിന്നെന്താ അവൾ അവന്റെ മുഖത്തെ തന്നെ നോക്കുന്നേ? അത് ബസ് വരുന്നുണ്ടെന്ന് നോക്കിയതാ. ചേട്ടനറിയാണ്ട് ചേട്ടന് സൈറ്റിങ്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഒന്ന് പോടാ. മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കാം. അപ്പോ ഭ്രാന്തിനുള്ള കാരണം ഏതാണല്ലേ? നോക്കി നോക്കി നോക്കി. എന്താ ബസ്സിന് കാത്തിരിക്കണോ? അതെ, എന്റെ കോളേജിലേക്കുള്ള ബസ് ഏത് വഴിയാ പാസ് ചെയ്യാ. അതാ എന്നെ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങാന്. അതാ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല, നിങ്ങള് ഏത് കോളേജിലാ? ഞാൻ സംസാരിച്ചപ്പോ വാ തുറന്ന് കമാന്ന് അക്ഷരം വേണ്ടിയോ? ഒരു മൂളിച്ച മാത്രം. അവ സംസാരിച്ചപ്പോ 32 പല്ലും കാണിച്ച് ഇടിച്ചോണ്ടല്ലേ മറുപടി പറയുന്നേ. ഞാന് സെന്റ് ജോസഫ്സ് കോളേജിലാ, 3rd ഇയർ. ശരി, ഞാൻ ഹെവൻ കോളേജിലാ, +1 പഠിക്കാ. ഓഹോ, +1ലാണല്ലേ? +1ലോ? കണ്ടിട്ട് എന്നെക്കാട്ട് മുതിക്കിനെ പോലെ ഉണ്ടല്ലോ. അല്ല, യുവർ സ്വീറ്റ് നെയിം അറിഞ്ഞിട്ടില്ല. ജാതകം നോക്കാനാണോ? മണിക്കുട്ടൻ. മണിക്കുട്ടൻ, നല്ല അടിപൊളി പേരാണല്ലോ. അല്ല, ചേട്ടായിന്റെ ചേട്ടായോ? ഓ, അവന്റെ ഒരു കിണിക്കല് കണ്ടില്ലേ? എന്തേ? ഒന്നുമില്ല. അല്ല മോളെ. മോളോ? ചേട്ടായി, ഈ കാട്ടുമാക്രിച്ചി ഇവിടെ എത്തിയോ? ഒരുപാട് ഇരിക്കണ്ട, വാ കേറി പോന്നേ. ഒന്നുമില്ല, ഇരിക്കാൻ കംഫർട്ട് ഇല്ലെന്ന് ചോദിച്ചതാ. ഓ, അതൊക്കെ കംഫർട്ടാ. പക്ഷേ ഇവിടെ ഇരിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കംഫർട്ട് ആവാ. അത് ഇവിടെ സ്ഥലം. അയ്യോ മോളെ, അവിടെ തന്നെ ഇരുന്നോ? ചേട്ടായിയുടെ ജാതകത്തിലെ ഇന്ന് ഇവിടെ ഇരിക്കണമെന്നാ പറഞ്ഞേ. അല്ലാന്നുണ്ടെങ്കിലേ ശുക്രൻ വന്ന് തലയിൽ തേങ്ങ പറിച്ചിടുന്ന പറഞ്ഞേ. അതുകൊണ്ടേ മോള് അവിടെ തന്നെ ഇരിക്കട്ടോ. ഇത് ശുക്രൻ പറഞ്ഞതോ അല്ലെങ്കിൽ എന്റെ തക്കുട പറഞ്ഞതോ? ഉണ്ടാതിരുന്നോ കാലമാടാ. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്ത് ബസ്സോ? അല്ല, പൊസസീവ്നെസ്. പിന്നെ അതെ, നിന്റെ തോന്നലാ. തോന്നലാണെങ്കിലും ഐ ലൈക്ക് ഇറ്റ്. അല്ല ചേച്ചി, ചേട്ടായി ചേച്ചിന്റെ ആരാ? അമ്മാവൻ.
മോളു ചോദിക്കുന്ന കേട്ടില്ലേ? പറ വീണേ. അത് എന്റെ അനിയത്തിന്റെ അമ്മന്റെ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ ഭാര്യന്റെ മോളെ ചേട്ടൻ. എന്റെ റിലേഷൻ എന്ന് പറഞ്ഞ എന്റെ അമ്മന്റെ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ ഭാര്യന്റെ മോളെ ചേട്ടൻ. എങ്ങനെ ഏത്? അല്ല എനിക്കൊന്നും മനസ്സിലായില്ല. ചേച്ചി ഒന്ന് ചുരുക്കി പറയോ? മനസ്സിലായില്ലേ? എന്നാലേ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. എന്റെ അമ്മ ഉണ്ടല്ലോ, അമ്മന്റെ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ ഭാര്യന്റെ മോളെ ചേട്ടൻ. അതായത് എന്റെ ചേച്ചിന്റെ എന്റെ അനിയത്തിന്റെ ഫ്രണ്ടിന്റെ അച്ഛന്റെ ഭാര്യയുടെ മോൻ. എന്താടാ മനസ്സിലായില്ലേ? ഇല്ല, അതായത് എന്റെ വേണ്ട വേണ്ട ഇനി അറിയണ്ട. ബസ് എത്തി, ഞാൻ പോവാണേ. ബൈ, ഹാവ് എ നൈസ് ഡേ. നൈസ് ഡേ നൈസ് ഡേ. ഇതൊക്കെ ഭ്രാന്താണെന്ന് തോന്നുന്നേ. ഇനി ഇവിടെ നിന്ന് എന്നെ പിടിച്ച് കടിച്ചാലും കടിക്കും, പറയാൻ പറ്റത്തില്ല. അല്ല മോളൂസ് ചേട്ടായിനോട് ബൈ പറയുന്നില്ലേ? ഏത് ചേട്ടായി? എവിടുത്തെ ചേട്ടായി? എനിക്കൊരു ചേട്ടായിനെ അറിയത്തില്ല, ഞാൻ പോന്നേ. ഒപ്പിക്കേണ്ടതൊക്കെ ഒപ്പിച്ചിട്ട് കിണിക്കുന്ന കണ്ടില്ലേ? ആ വെണ്ടടി, എന്തിനെങ്ങനെ പറ്റിക്കുന്നേ? ആ ഫോണൊന്നും എടുക്കുന്നേ. അതൊന്നും പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിലേ തേടി കണ്ടുപിടിക്കട്ടെ. ഞങ്ങളിതേ പാർക്കിന്റെ അവിടെ ഉണ്ട്. എന്താ എത്ര മെല്ലെ സംസാരിക്കുന്നേ? അത് ഇതൊരു ഓപ്പൺ ലൈബ്രറി പോലെയാ. എല്ലാരും ഇവിടെ വന്നിട്ടാ പുസ്തകമൊക്കെ വായിക്കുക. അതാ ഇവിടെ നിന്ന് അധിക സൗണ്ട് ഇട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഓ അത് ശരി, ഞാൻ കരുതി നിന്റെ ചേട്ടനെങ്ങാനും അടുത്തുണ്ടാവുന്ന്. ഹേയ് ഇല്ല, അവന് ക്ലാസ്സിലാ. അത് ശരി. പിന്നെന്താ, കഴിച്ചോ? നീയോ? ഞാൻ കഴിച്ച് 2 ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും. അല്ല ജിം എന്താ കഴിച്ചേ? ഉണ്ടപ്പരിയും ചായയും. എടി പോണേ. എടി തമ്പുരോ, എത്ര നേരം എടി ഫോൺ റിങ് ചെയ്യുന്നേ? ഒന്ന് എടുക്ക്. കോളേജിലാണെങ്കിൽ പറയുന്നേ, പാവം പേടിച്ചിട്ടാവും. അത്രയ്ക്കും പേടിയുണ്ടെങ്കിലേ വന്ന് കണ്ടുപിടിക്കട്ടെ. എന്റെ ദൈവമേ, നീ ഒട്ട് ഫോൺ എടുക്കുന്നില്ല, എന്നൊട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇന്നെന്തായാലും ഗോതമ്പ് ബ്രൗണിട്ട് വട്ടം കറപ്പിക്കല്ലേ? പിന്നല്ല ബോറടിക്കുന്നതിനെ പോലും എന്നെ വിളിച്ച് സംസാരിക്കുന്നേ. ഇനി ലൈഫില് ബോറടി എന്നുള്ള വാക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ. അയ്യോ സോറി. വെയിറ്റ്, ഞാൻ എടുത്തരാം. സോറി കേട്ടോ, അത് ശ്രദ്ധിക്കാതെ. വീണേ പ്ലീസ്.